ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെക്കാടുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ ആർട്ടിയാണ് പരിപാടി. നമുക്ക് സംഭവം എന്താവും നോക്കാം. നമ്മളിതാ വേഗം തന്നെ നമ്മുടെ എൻ്റെ ഫ്രിഡ്ജിൽ ഇറങ്ങുന്നത് ഈ വീസറിലല്ല ഞാൻ സാധനം വെച്ചേക്കുന്നത്. നല്ല തണുപ്പ്. ഞാൻ വീസറിൻ്റെ അകത്തൊരു കേസ് ഇതിൻ്റെ അകത്താണ് ഞാൻ സാധനം വെച്ചത്. സാധനം കുറേ പേര് ചോദിച്ചു, കുറേ പേർക്ക് തണുപ്പുള്ള സാധനം എന്നൊക്കെ ഞാൻ പറഞ്ഞു. കുറേ പേരെ കൊടുത്തു. കുറേ പേര് പറഞ്ഞു എന്താണ് നമ്മുടെ ഒരു കുപ്പി, നല്ലൊരു കുപ്പി ഇട്ടിട്ടുണ്ട്. കുപ്പി ഇട്ടപ്പോൾ ചോദിച്ചു, ഇത് എനിക്കാണോ, ഗിവ് അവേയിലുള്ള ഗിഫ്റ്റാണോ, ഗിവ് അവേക്ക് ഇത് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അതിനുള്ളൊരു ഗിഫ്റ്റൊന്നും അല്ല. ഗിവ് അവേക്കുള്ള ഗിഫ്റ്റ് ഞാൻ ആദ്യം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരു കളറിങ് ബാഗ്, ഇത് പിന്നെ ഒരു കളറിങ് ബാഗുണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇച്ചിരി ലോട്ട്സ് സ്റ്റിക്കേഴ്സ് മേടിച്ചു. ഇത് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ വേറൊരെണ്ണം ഞാൻ ഇച്ചിരി എണ്ണം മേടിച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സിൻ്റെ വേറെ കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ഈ ബുക്ക് ഫുള്ളോടെ നിങ്ങൾക്ക് ഈ കളറും ബുക്കും ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. ഇത് മാത്രമല്ല, പിന്നെ ഗിവയ്ക്ക് ഞാൻ ഇച്ചിരി വലിയ കുറേ ഡ്രസ്സസൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ പയ്യെ കാണിക്കാം. അപ്പോൾ ഗിവ് എടുക്കാറായി എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ആർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു മേഘം വരയ്ക്കുക എന്ന് വെച്ചാൽ കുറേ മരങ്ങളൊക്കെ ഉള്ളൊരു ആർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവർക്കും. അപ്പം ഞാൻ ഇച്ചിരി ക്വസ്റ്റ്യൻസ് കരുതി വെച്ചിട്ടുണ്ട്. ആളുകൾ എങ്ങനെ നടക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ആളുകൾ എങ്ങനെ നടക്കുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, നിങ്ങൾ എന്താണ് കുടിക്കുക, കാപ്പിയാണോ ചായയാണോ? ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണം കാപ്പിയാണോ ചായയാണോ എന്ന്. പിന്നെ എന്താണ് വന്നിരിക്കുന്നത്, പിന്നൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യനുണ്ട്, ഞാൻ ഓർത്തരാം. ഒരു കുട്ടി നടന്നു പോകുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു. ആർക്കും അറിയാൻ പറ്റായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താന്ന്. അപ്പോൾ അതെന്തായിരിക്കും, അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗൂഗിളിൽ സെർച്ച് ചെയ്യല്ലേ, ഗൂഗിളിൽ കാണൂല, കാരണം ഇതെൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം ഞാൻ അടുത്ത ദിവസം എൻ്റെ ചേച്ചിനെ കൂട്ടാൻ വേണ്ടി പോകും. എനിക്ക് ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിനെ കൂട്ടാൻ പോകും. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പം നമുക്ക് എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും ആർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞു ഇത് വേണ്ട, ഈ വണ്ടി ഉണ്ടാക്കി കൊടുത്ത് അവൻ പറഞ്ഞു ഇത് വണ്ടി ഉണ്ടാക്കും. പറഞ്ഞു കുറേ പേരുണ്ട് കേട്ടോ. നമ്മളൊരു ഇതായിട്ട് വരച്ചില്ലേ. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞു എനിക്കൊരു വരച്ച കണ്ണാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കുക. ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും കമൻറ്റിൽ കൊടുക്കുക. നമുക്ക് അപ്പം ഇതിൻ്റെ ഈ റിയൽ ഒരു കണ്ണുമുട്ടായില്ലേ, അത് ഞാൻ ഗിവ് അവേക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതെ, നിങ്ങൾ ഇത് ഗിവ് അവേക്കല്ല, ചുമ്മാ നിങ്ങൾക്ക് എന്തായാലും തന്നിരിക്കും. ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ അവർക്ക് ഞാൻ തന്നിരിക്കും ഉറപ്പായിട്ട്. എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ ഏറ്റവും ഫേവററ്റ് സാധനമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കണ്ണ് തന്നെ നോക്കി വരച്ചാണെന്ന് ചോദിച്ചാൽ അല്ല, ഇതെൻ്റെ കണ്ണും ഇതും വ്യത്യാസമില്ല. എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ്. എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കുമായിരുന്നു.
പെയിൻ്റ് അടിക്കുക. പിന്നെ നിങ്ങൾ ചോദിച്ചില്ല, എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞു, എടി നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഗിവ് അവേക്ക് ഞാൻ ഇച്ചിരി സാധനം മേടിച്ചിട്ടുണ്ട്, അപ്പം നീ എനിക്കൊരു മരം മേടിച്ചു തരും, മരം വരച്ചു തരും. അപ്പോൾ ആ മരമാണ് ഈ മരം. ഞാൻ കളറൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഒന്ന് ഡ്രസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ സെയിം ഒരു 5 പെട്ടി മേടിച്ചു. ഇതിൽ ലിക്വിഡ് കളറോ എന്തൊരു കളർ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതിനകത്ത് 26 എണ്ണം കേട്ടോ വരുന്നത്, 26 എണ്ണം വരും. സ്കാനറുണ്ട്. ഇതാരും ചെയ്ത് നോക്കൊന്നും വേണ്ട, ഇത് വർക്കാവും തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ പടം എനിക്ക് വരയ്ക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല. ഇവിടെ കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ജിറാഫിൻ്റെ കുറേ, ഇതിൻ്റെയൊക്കെ പടം ക്യാപ്സ്യൂൾ പോലത്തെ. നല്ലതാണ്, വാട്ടർ പ്രൂഫ് ആട്ടോ. ഇത് നമ്മൾ കഴുകി ഉരച്ച് കളഞ്ഞാൽ പോവില്ല. ആദ്യം തന്നെ അടിച്ച് കഴിഞ്ഞ് ഉരയ്ക്കില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞും ഞാൻ ആരെയും നോക്കുന്നത് വലിയ എഴുട്ടാട്ടോ മൊത്തം. നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് പോകാം. സംസാരിച്ച് നമ്മൾ പെൻസിലും കൊണ്ടാണ് ഡ്രോയിങ് ചെയ്യുന്നത്. നമുക്ക് ഫോണില്ല ഡ്രോയിങ് ചെയ്യാൻ, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഡ്രോയിങ് ചെയ്യാം. രാത്രിയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എനിക്ക് കൂടത്തില്ലേ. നിങ്ങളുടെ അവിടെ കൊതുകൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ നാളെ ഉറപ്പായിട്ടും ഒരു നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യും. വേറെ ആരുടെയും പേരല്ല, എൻ്റെ ചേച്ചിയുടെയോ അല്ലെങ്കിൽ എൻ്റെയോ എൻ്റെ അനിയൻ്റെയോ ബ്രദറിൻ്റെയോ പേരായിരിക്കും. അപ്പം അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ പേര് ചിലപ്പം ഇന്ന് ചെയ്യുമായിരിക്കും തോന്നുന്നു. ചെയ്തിരിക്കാൻ വഴിയില്ല. ഞാൻ എന്ത് വരയ്ക്കും? ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാം. ഇത് ചുമ്മാതെ വരയ്ക്കണം കേട്ടോ, കാരണം ആരും എന്നോട് പറഞ്ഞില്ല. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് വരച്ചു കൊടുക്കുന്നതാണ്, ചുമ്മാ. എനിക്ക് എന്നോട് എല്ലാവരും ചോദിച്ചു ക്രിസ്മസ് ട്രീ ഒക്കെ ശരിക്കും വരയ്ക്കാൻ അറിയുമോ? എനിക്കറിയാം കേട്ടോ. എല്ലാവരും ചോദിച്ചെന്നല്ല, എന്നുവെച്ചാൽ വീട്ടിലുള്ളവർ എല്ലാവരും എന്നോട് ചോദിച്ചു, നിനക്കെന്നെ വരയ്ക്കാൻ അറിയുമോ ക്രിസ്മസ് ട്രീ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം. അപ്പം സ്റ്റാർ വരയ്ക്കാനൊരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചെടുത്ത്. പിന്നെ വേറെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്, അത് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. കാണിച്ചു തരാം കേട്ടോ. ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വരത്തില്ലേ, ഇടിവെട്ടി മഴ പെയ്തു, അത് ഞാൻ കാണിച്ചു തരാം. അതെനിക്കറിയാം കേട്ടോ. അതൊക്കെ എനിക്കിങ്ങനെ വരയ്ക്കാൻ പറ്റിയ വരച്ച് കാണിച്ചു തരാം. ഇടിവെട്ടി കേട്ടോ, ഇടിവെട്ടി മഴ പെയ്തു, കുട്ടി ഓടിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ കൊച്ചിന് 2 ഇഡ്ഡലി കൊടുത്തു, പിന്നെ ഒരു പഴവും കൊടുത്തു. ഇതൊരു പഴം കൊടുത്തു. പിന്നെ അമ്മ കുട്ടിയോട് ചോദിച്ചു 6 എത്രയാന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു 11. തെറ്റ്. പിന്നെയും അമ്മ ചോദിച്ചു മോനെ 6 എത്രയാന്ന്. കുട്ടി വീണ്ടും പറഞ്ഞു 11. അതും തെറ്റ്. നോക്കൂ ഗൈസ്, എൻ്റെ കുട്ടീനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പം തന്നെ ഞാനൊരു കണ്ണ് വരച്ച് കാണിക്കാം. എൻ്റെ ഇവിടെ നിൽക്കുന്ന എൻ്റെ ചേച്ചിയിൽ എൻ്റെ അനിയന് വിശ്വാസമില്ല ഞാൻ വരച്ചാണ്. ഞാനൊരു കുഞ്ഞു കണ്ണ് വരച്ചത്, പക്ഷെ കളർ ചെയ്യൂല കേട്ടോ. ഒരു കുഞ്ഞതാണോ വലുതായിപ്പോയി. എന്തായാലും കണ്ണ് വരച്ച് കാണിക്കാം.
അതുപോലെ ഉണ്ടാവില്ല. കാരണം ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് അതിന് വന്നിരുന്നു. എന്താന്ന് വെച്ചാൽ പിരികൊക്കെ ശരിയുണ്ടേ. കാണിക്കുമ്പോൾ ഒരു വൃത്തിയും മന ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. വീഡിയോ കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടില്ല. അതെ, അപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമ്മൾ ഈ കുളത്തിൽ വരയ്ക്കാം. ഞാൻ ഒന്ന് വരച്ച് വെക്കട്ടോ. കുളത്തിൽ കുളം വരയൊന്നും അല്ല കേട്ടോ വരയ്ക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. എനിക്കറിയാം, അത്യാവശ്യം അറിയാം. അപ്പം ഇവിടെ ഇരുന്ന് ഒരുത്തൻ പറയുന്നുണ്ട് ജിറാഫിനെ ഞാനിപ്പോൾ ജിറാഫിനെ വരയ്ക്കാൻ പോകും. ജിറാഫിനെ ഒന്നും വരയ്ക്കില്ല. ഇത് കണ്ടോ, ഇത് എന്നാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വീഡിയോ കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് ഡക്കാട്ടോ ഞാൻ വരച്ചത്. ഞാൻ വേറൊരു പിക്ചർ വരച്ച് കാണിക്കാം നിങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പലതും ഞാൻ വരയ്ക്കുന്ന പലർക്കും ഇഷ്ടമില്ല കേട്ടോ. അതെങ്ങനെ വരും എനിക്കറിയത്തില്ല. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു തൊപ്പി പോലത്തെയൊക്കെ എന്തോ ഒരു സാധനം വരച്ചു. കൂട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് കുറേ എനിക്ക് വരയ്ക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് നടക്കൂല. ഇപ്പം നമുക്കൊരു വലിയ പണി കിട്ടി. ഇനി നമുക്ക് മറ്റേ ഡ്രോയിങ് നടന്നില്ല. എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ ഗിവ് അവേ വരാൻ പോവാണ്. എനിക്കിത് നിങ്ങൾക്ക് തരണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് 26 കളേഴ്സാണ് വരുന്നത്. ഇതാരാ മേടിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ വീഡിയോ നാളെ രാവിലെ വരും കേട്ടോ. കാരണം ഇപ്പം പുറത്തിപ്പോൾ നല്ല ഇരുട്ടാണ്. സമയം എത്രയാണ് നമുക്ക് നോക്കാം. നല്ല ഇരുട്ടാണ്. നമുക്ക് സമയം എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ പറയട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.